ഹലോ, നമ്മളിന്ന് കേരളത്തിൽ പുറത്തിറങ്ങിയിട്ട് ഒരു 10 പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ ദിലീപ് വിഷയത്തിൽ 10-ലൊരു 6 പേരും ദിലീപിനെ കുറ്റം പറയും. ദിലീപാണ് കൾപ്രിറ്റ്, ദിലീപ് പൈസ കൊടുത്ത് അല്ലെങ്കിൽ ദിലീപിൻ്റെ പവർ കൊണ്ട് ജഡ്ജിനെയും കോർട്ടിനെയും സ്വാധീനിച്ച് കേസ് വളച്ചൊടിച്ചു, അങ്ങനെ ദിലീപിനെ ഫ്രീ ആയിട്ട് വിട്ടയച്ചു. അങ്ങനെയാണ് 10-ൽ 6 പേരും പറയാം. അതിൽ നമ്മൾ അത്ഭുതപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം കേരളത്തിൻ്റെ പബ്ലിക് ഭൂരിഭാഗം കോമൺ സെൻസും അല്ലെങ്കിൽ റിയൽ ഫാക്റ്റ് നോക്കിയിട്ട് അല്ലെങ്കിൽ എവിഡൻസ് നോക്കിയിട്ട് കോമൺ സെൻസ് യൂസ് ചെയ്തിട്ടൊന്നും അഭിപ്രായം പറയുന്ന ജനങ്ങളല്ല. അങ്ങനെയുള്ള ജനങ്ങൾ കേരളത്തിലൊരു 20 മാക്സിമം ഒരു 20-25% ജനങ്ങൾ മാത്രമാണ് റിയൽ ഫാക്റ്റ് നോക്കി കോമൺ സെൻസ് യൂസ് ചെയ്ത് എവിഡൻസ് ഒക്കെ നോക്കി അൺബയാസ്ഡ് ആയിട്ടുള്ള ഒപ്പീനിയൻ പറയുന്നത്. ഓക്കെ, പബ്ലിക് അങ്ങനെയാണ്. അത്ര ബുദ്ധിമാന്മാരെന്നുള്ള നാടല്ല കേരളം, അത് നമുക്ക് വിട്ടേക്ക്. പക്ഷേ ഒരു ജനപ്രതിനിധിയായ MLA ആയ ഈ KK രമ ഇങ്ങനെ മണ്ടത്തരം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു MLA ആണെന്നുള്ള ഒരു ബോധമില്ലാണ്ട് നമ്മളൊരു സംസാരിക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു മെച്യൂർഡായിട്ട് സംസാരിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു MLA പോലും ഇങ്ങനത്തെ റബ്ബിഷ് മണ്ടത്തരം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പബ്ലിക്ക് പിന്നെ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലേ നമുക്ക് അത്ഭുതമുള്ളൂ. അപ്പോൾ എന്താണ് KK രമ പറഞ്ഞത് നമുക്ക് നോക്കാം. കോടതി 6 പേരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. പക്ഷെ കോടതി കണ്ടെത്തേണ്ട കാര്യം ഈ 6 പേർ എന്തിനു വേണ്ടിയാണ് ഈ കുറ്റം ചെയ്തത്, ഈ കുറ്റത്തിന്റെ പിന്നിലുള്ള ഗൂഢാലോചന എന്ത്, ആരാണ് ഇവരെ പറഞ്ഞയച്ചത്, അത് കണ്ടുപിടിക്കണ്ടേ. ഇത് ഇന്ന ആളുകൾ കുറ്റം ചെയ്ത് വളരെ കൃത്യമായിട്ട് അറിയാം. അവർക്ക് വേണ്ടിയല്ല, ഒരു കൂട്ടം ക്രിമിനലുകൾ ഇത് ചെയ്തത്, മറ്റാരോ അതിന് പിന്നിലുണ്ട് എന്നുള്ളത്. ആദ്യത്തെ സെൻറ്റൻസ് തന്നെ റബ്ബിഷ് അല്ലെങ്കിൽ ഫൂളിഷ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ ഗൂഢാലോചനയ്ക്ക് പുറകിൽ ആരാണെന്ന് കോടതി കണ്ടുപിടിക്കേണ്ടത്. കോടതി അല്ല ഒരു കേസ് തെളിയിക്കേണ്ടതും ഇതൊക്കെ കണ്ടുപിടിക്കേണ്ടതും, അത് പോലീസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. കോർട്ടിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ മുമ്പിലെത്തുന്ന തെളിവുകൾ നോക്കിയിട്ട് ഒരു വേർഡിക്റ്റ് പറയുക, അതാണ് കോർട്ടിൻ്റെ റെസ്പോൺസിബിലിറ്റി. ഈ ഗൂഢാലോചന ആരോപിക്കുന്നത് പോലീസാണെങ്കിൽ, പ്രോസിക്യൂഷൻ ആണെങ്കിൽ അത് തെളിയിക്കേണ്ട റെസ്പോൺസിബിലിറ്റി അവരുടേതാണ്. അത് അവർക്ക് തെളിയിക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് തെറ്റാണെന്നാണ് അർത്ഥം. ഇപ്പോൾ ഞാൻ KK രമയ്ക്കെതിരെ എന്തെങ്കിലും ആരോപണം ഞാൻ പറയുകയാണെങ്കിൽ അതിനുള്ള എവിഡൻസ് ഞാൻ പോലീസിൽ കംപ്ലയിൻ്റ് കൊടുത്താൽ പോലീസ് അതിന് എവിഡൻസ് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ ഞാൻ പോലീസിനെ ഹെൽപ്പ് ചെയ്യണം, ഞാൻ എവിഡൻസ് പോലീസിന് കൊടുക്കണം. എനിക്കോ പോലീസിനോ അത് കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ പറയുന്നത് വെറും ആരോപണം മാത്രമാണ്, അതിൽ കഴമ്പില്ല. അത് ആർക്ക് എതിരെ വേണമെങ്കിലും പറയാം. എനിക്ക് മോഹൻലാലിനെതിരെ പറയാം, പിണറായി വിജയനെതിരെ പറയാം, നരേന്ദ്രമോദിക്കെതിരെ എന്തെല്ലാം എനിക്ക് ആരോപണം പറയാം. പക്ഷേ അത് എവിഡൻസും അത് കണ്ടുപിടിച്ചില്ലെങ്കിൽ അത് വെറും ആരോപണം മാത്രമാണ്. ഇവിടെ ദിലീപിനെതിരെ ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് ഇവർ പറയുന്നു, പക്ഷേ എവിഡൻസ് ഇല്ല. അതുകൊണ്ട് അത് ആരോപണം മാത്രമാണ്, അല്ലാണ്ട് കോടതിയുടെ റെസ്പോൺസിബിലിറ്റി അല്ല അത് കണ്ടുപിടിക്കേണ്ടത്. ഇതുപോലും നിങ്ങൾക്ക് അറിയില്ലേ? വളരെ വ്യക്തമാണ്. ആ ആളെ കണ്ടുപിടിക്കാൻ എന്റെ പ്രോസിക്യൂട്ടറിന് സാധിച്ചില്ല. ആ തെളിവുകൾ കൊണ്ടുവരാൻ വേണ്ടി അതിനെ അകത്തേക്ക് വിധി കൊണ്ടുപോകാൻ ആ ജഡ്ജിക്ക് സാധിച്ചില്ല. വളരെ കൃത്യമായ ആലോചന ഇതിനകത്ത് നടന്നിട്ടുണ്ട്. ഈ ഗൂഢാലോചനയിൽ അകപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഭരണകൂടത്തിന്റെ ഭാഗത്ത് തന്നെ വലിയ വീഴ്ചയാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. കൃത്യമായി പുള്ളിക്കാരത്തി വേറൊരു മണ്ടത്തരോട് പറഞ്ഞു. ഈ പറഞ്ഞ പ്രതികളുണ്ടല്ലോ, പ്രതികൾ ആരുടെയെങ്കിലും ഗൂഢാലോചനയ്ക്ക് പൈസ മേടിച്ചിട്ട് മാത്രമാണ് ഇങ്ങനെയുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടാന്നുള്ളത്. അങ്ങനെ നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. ഇപ്പോൾ ലോകത്ത് നടക്കുന്ന, കേരളത്തിൽ നടക്കുന്ന എത്രയോ റേപ്പ് കേസുണ്ട്, അതെല്ലാം ഗൂഢാലോചനയുടെ കഴിഞ്ഞിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്, അല്ലല്ല. ഇപ്പോൾ ഗോവിന്ദസ്വാമി ആര് കൊടുത്ത കൊട്ടേഷൻ പ്രകാരമാണ് ഇത് ചെയ്തത്. അതുപോലെ ഡെയിലി എത്രത്തെ റേപ്പ് കേസ് വരുന്നുണ്ട്, ഇതൊക്കെ ഗൂഢാലോചന ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ആരെങ്കിലും കൊടുത്ത കൊട്ടേഷൻ്റെ പേരിലാണ് ഇതൊക്കെ നടക്കുന്നത്. ഈ പൾസർ സുനിയുടെയും ആ സംഘങ്ങളുടെ ഹിസ്റ്ററി തന്നെ നോക്കിയാൽ അറിയാം. ഇതവർ ഒന്നാമത്തെയും രണ്ടാമത്തെയും കേസൊന്നുമല്ല, അവരെ ഹിസ്റ്ററി ഫുൾ ഇങ്ങനത്തെ കേസുകൾ ഇനി ഒരുപാട് പീഡന കേസിലും ഒരുപാട് ഇതിലും അവർ പങ്കെടുത്തിട്ടുണ്ട്. പ്രോസിക്യൂഷൻ വീഴ്ചയാണ്. അല്ലെങ്കിൽ ഈ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ വേണ്ടി കഴിയുന്നതായിരുന്നു. ഇക്കാര്യത്തിൽ ഉറപ്പാണല്ലോ ഈ പ്രതികൾ ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാളുടെ നിർദ്ദേശമില്ലാതെ, മറ്റൊരാൾ പറയാതെ അത് ചെയ്യില്ല ഈ സംഘം എന്നുള്ളത്. അവർ പൾസർ സുനി വളരെ കൃത്യമായിട്ട് അതിന്റെ തെളിവുകൾ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മൊഴിയുണ്ട്, അദ്ദേഹത്തിന്റെ കത്തുണ്ടല്ലോ, കത്തെഴുതിയിരുന്നു. പിന്നെ ഈ ദിലീപ് പറഞ്ഞിട്ടാണ് ചെയ്തത് എന്ന് വളരെ കൃത്യമായി പൾസർ സുനിയുടെ കത്തുൾപ്പെടെ ഉണ്ടായിട്ടും അതൊന്നും. എൻ്റെ മാഡം, എന്ത് റെസ്പെക്റ്റാണ് പൾസർ സുനിക്ക് ഈ മാഡം കൊടുക്കുന്നത്? അദ്ദേഹം നോക്കി പൾസർ സുനിനെ വിളിക്കുന്നത്. പൾസർ സുനി പറയുന്നത് വളരെ വേദവാക്യം. പക്ഷേ KK രമയ്ക്ക് നമ്മുടെ കോർട്ടിനെയോ അല്ലെങ്കിൽ ജഡ്ജിനെയോ വിശ്വാസമില്ല. പക്ഷേ പൾസർ സുനി പറഞ്ഞല്ലോ, അദ്ദേഹം തെളിവ് കൊടുത്തല്ലോ, അദ്ദേഹം കത്തെഴുതിയല്ലോ. അങ്ങനെ ഒരു കത്തെഴുതി കഴിഞ്ഞാൽ അത് വലിയ കാര്യമാണല്ലേ എൻ്റെ മാഡം. പൾസർ സുനി പറയുന്നതാണല്ലോ. എന്താ സംഭവം? പൾസർ സുനി എനിക്ക് തോന്നുന്നത് ഗാന്ധിജി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ലെവലിൽ വരുന്ന ഒരാളൊന്നും കേട്ടോ പൾസർ സുനി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് 100% സത്യമാണ്, അത് നമ്മൾ വിശ്വസിക്കണം. പക്ഷേ നമ്മുടെ ഇന്ത്യയുടെ ഒരു ജഡ്ജിയോ കോർട്ടോ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. അതാണ് നമ്മുടെ KK രമയുടെ പോളിസി.